ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 +2 ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ സെക്ഷൻ ആയിട്ടുള്ള കൊഹസീവ് ഡിവൈസുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കൊഹസീവ് ഡിവൈസസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചോദ്യം ചോദിക്കാം, പ്രത്യേകിച്ചും +1കാർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് +1ലും +2ലും എഡിറ്റിംഗ് നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. സോ എഡിറ്റിങ്ങിനകത്തും കൊഹസീവ് ഡിവൈസുകൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമുക്ക് കൊഹസീവ് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് കോറിലേറ്റീവ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണ് സിംപ്ലി മീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് അല്ലെങ്കിൽ ഡിവൈസുകളെയാണ് നമ്മൾ കൊഹസീവ് ഡിവൈസസ് അല്ലെങ്കിൽ കോറിലേറ്റീവ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും രണ്ട് ആശയങ്ങൾ അതിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എന്ത്, കൊഹസീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, കണക്ട് ചെയ്യുക, രണ്ട് കോൺസെപ്റ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എന്ത്, കൊഹസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് അറിയാം. നമുക്ക് ഒരുപാട് റൂൾസോ ഇക്വേഷൻസോ ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് കുറേ കൊഹസീവ് ഡിവൈസുകളാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതായത് കുറേ വാക്കുകൾ അത്ര നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ വാക്കുകൾ ഏതൊക്കെയാണ്, ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊഹസീവ് ഡിവൈസുകളാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത് തന്നെ മോർ ഓവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മോർ ഓവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുകൂടാതെ. ഇതിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ അർത്ഥം പഠിക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം, കാരണം നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥം പറഞ്ഞെങ്കിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ഇവിടെ അർത്ഥം എഴുതിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ അറിഞ്ഞു വെക്കാം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അല്ല ഇംഗ്ലീഷിൽ പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം, ഒരു പ്രശ്നമില്ല. ഈ വാക്കുകളുടെ എന്താണ് യഥാർത്ഥ മീനിങ് എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ വേണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ മീനിങ് പഠിക്കുകയോ മലയാളത്തിൽ പഠിക്കുകയോ ചെയ്യുന്നുള്ളത് മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഓക്കെ, അപ്പോൾ മോർ ഓവർ എന്ന് പറയുന്നത് അതുകൂടാതെ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഫസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഫസ്റ്റ്ലി വരുന്നത്. ഇവിടെ മോർ ഓവർ എന്ന് പറയുമ്പോൾ അതുകൂടാതെ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ മോർ ഓവർ പറയാം. അതുകൂടാതെ കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലാണ് മോർ ഓവർ യൂസ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, അവസാനമായിട്ട് ഏറ്റവും അവസാനത്തെ കാര്യം കൺക്ലൂഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്നിട്ട് എന്നുള്ള അർത്ഥം. ദെൻ എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട് എന്നൊക്കെയുള്ള ഒരു അർത്ഥം നമുക്ക് പറയാം. ആക്ച്വലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്നൊക്കെയുള്ള പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ദോ എന്ന് പറയുന്നത് എന്നിട്ടും എങ്കിലും എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്, യെസ്, നേരെ മറിച്ച് എന്നുള്ള ഒരു അർത്ഥം, അല്ലെങ്കിൽ മറ്റൊരു വശത്ത് അല്ലെങ്കിൽ നേരെ മറിച്ച് എന്നുള്ള ഒരു അർത്ഥം ഓൺ ദ അതർ ഹാൻഡിൽ പറയാം. ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, എന്നിരുന്നാലും എന്നുള്ളതാണ് ഹവറിന് വരുന്നത്. ഇനി വേറസ് എന്ന് വെച്ച് കഴിഞ്ഞാലും എന്നിരുന്നാലും സെയിം മീനിങ് ആണ് വരുന്നത്. ഓൺ ദ കോൺട്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് പറഞ്ഞ പോലെ നേരെ മറിച്ച് എന്നാണ് മീനിങ് വരുന്നത്. സിമിലർലി അല്ലെങ്കിൽ ലൈക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്നാണ് മീൻ വരുന്നത്, അത് അറിയായിരിക്കുമല്ലോ. ഇനി ഫർദർ മോർ എന്ന് പറയുമ്പോൾ നമ്മൾ മോർ ഓവർ പറഞ്ഞ പോലെയാണ്, മാത്രമല്ല ഇനിയും എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഫർദർ മോർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മുടെ നെവർത്തിലെസ് എന്ന് വെച്ച് കഴിഞ്ഞാലും എന്നിരുന്നാലും, ബിക്കോസ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അല്ലെങ്കിൽ അക്കാരണത്താൽ എന്നാണ് മീനിങ് വരുന്നത്. ബിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടാതെ അല്ലെങ്കിൽ അതിലുപരി, മോർ ഓവർ പറഞ്ഞില്ലേ അതേ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ബിസൈഡ്സ്, ഓക്കെ, ബിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെ അതിലുപരി ഇനിയും എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലാണ് ബിസൈഡ്സ് എന്ന് യൂസ് ചെയ്യുക. എന്നാൽ ശ്രദ്ധിക്കുക, ബിസൈഡ് എസ് ഇല്ലാണ്ട് ബിസൈഡ് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്, അരികിൽ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അരികിൽ, തൊട്ടടുത്ത് എന്നുള്ള മീനിങ് ആണ് ബിസൈഡിന് വരുന്നത്. എന്നാൽ ബിസൈഡ്സ് ആകുമ്പോൾ അത് കൂടാതെ അല്ലെങ്കിൽ അതിലുപരി എന്നുള്ള മീനിങ്ങിലോട്ട് പോകും. അത് രണ്ടൊന്ന് സെപ്പറേറ്റ്ലി ഒന്ന് ശ്രദ്ധിക്കുക. സബ്സീക്വൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട്, ദെയർഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടെന്ന് തന്നെയാണ് വരുന്നത്. കോൺസിക്വൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാരണത്താൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള മീനിങ് നമുക്ക് പറയാം. ഇനി ഇൻ ഓർഡർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഓർഡർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് പറയുക. വേറെവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയായാലും. അൺലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം. ഇവൺ ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എങ്കിൽ പോലും. ആസിഫ് അല്ലെങ്കിൽ അസ്ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മീനിങ് ആണ്, എന്ന പോലെ എന്നാണ് ആസിഫ് അല്ലെങ്കിൽ അസ്ദോയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാനിവിടെ സ്പീഡിൽ പറഞ്ഞു പോയി, കാരണം ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. ഈ മീനിങ് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല മീനിങ്ങിനും
റെപ്പറ്റേറ്റീവായിട്ട് സെയിം മീനിങ് വരുന്ന വേർഡ്സുകൾ നമ്മളിവിടെ കണ്ടു. ഫോർ എക്സാമ്പിൾ മോർ ഓവറിൻ്റെ മീനിങ് വരുന്നത് പല വേർഡ്സ് നമ്മളിവിടെ കണ്ടു അല്ലെ. മോർ ഓവർ, ഫർദർ മോർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കണ്ടു. അതുപോലെ തന്നെ എന്താണ് ബിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കണ്ടു. ഇതൊക്കെ ഒരു സെയിം അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ബെയർഫോറും സബ്സിക്വൻ്റ്ലിയും കോൺസിക്വൻ്റ്ലിയും ഒക്കെ ഒരു സെയിം മീനിങ് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ചില വേർഡ്സ് അവിടെ സെയിം മീനിങ്ങും വരുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോഹസീവ് ഡിവൈസ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും വേർഡ്സുകളുടെ മീനിങ് ഒന്ന് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരെ കൊണ്ടും ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ക്ലാരിറ്റിയോടുകൂടി മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇതിൻ്റെ മീനിങ് ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വേർഡ് അതിന് എന്താണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ അത് ഏത് സന്ദർഭത്തിലാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ധാരണ, ഒരു മിനിമം ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അത് ബേസ് അയ്യോ ഇതെല്ലാം മലയാളത്തിൽ ഇനിയിപ്പോൾ കുത്തിയിരുന്ന് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിൻ്റെ മീനിങ് കണ്ടെത്തി പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. പക്ഷെ അങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. അത് വേറെ ഒരു കാര്യം. പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, ഹവർ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇതൊക്കെ ഓരോ കോഹസീവ് ഡിവൈസുകളാണല്ലോ. ഞാൻ വേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഹവർ എന്ന് പറഞ്ഞ ഒരു വേർഡാണ് വരുന്നത് അല്ലെങ്കിൽ കോഹസീവ് ഡിവൈസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹവർ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, എന്നിരുന്നാലും അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു ധാരണ ഉണ്ടായാൽ മതി. അല്ലാതെ ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരുന്നാലും എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിക്കണമെന്നല്ല പറയണേ. ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു ധാരണയാണ് വേണ്ടത്. ഇപ്പോൾ നോക്കൂ, ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഓരോ വേർഡിനെ പറ്റിയിട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് PYQസിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് കോഹസീവ് ഡിവൈസ് ആണ്. എന്ന് പറഞ്ഞ് ഇത്രയും കോഹസീവ് ഡിവൈസുകൾ മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് കടൽ പോലെ ശരിക്കും ഇനിയും ഒരുപാട് കോഹസീവ് ഡിവൈസുകൾ നമുക്കുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിപ്പം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മാത്രമാണ് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ആദ്യം കൃത്യമായിട്ട് നോക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള റിസോഴ്സ് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയാൽ മതിയാവും. ഓക്കെ, ഇതെല്ലാവരും എന്തായാലും നോക്കിയിട്ട് വെക്കുക. പിന്നെ നമുക്ക് +1 ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലും ഇത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതൊക്കെ കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ എക്സാമ്പിൾസിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആ കോഹസീവ് ഡിവൈസിൻ്റെ മീനിങ് പഠിക്കുക. ദെൻ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, 2 ഓപ്ഷൻസ് വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഏത് രീതിയിലായാലും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ച ആ ഒരു മീനിങ്ങോട്ട് ഒന്ന് നോക്കി ആ സന്ദർഭം അനുസരിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഡൗട്ടായി പോകും. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, ദ വെദർ വാസ് കോൾഡ് ഡാഷ്. എവിടെ ഹവർ അല്ലെങ്കിൽ മോർ ഓവർ എന്ന് തന്നിട്ടുണ്ട്. വി ഡിസൈഡഡ് ടു ഗോ ഹൈക്കിംഗ്. ഓക്കെ, എവിടെ നമ്മൾ എന്താണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടാ നോക്ക്, ദ വെദർ വാസ് കോൾഡ്. ക്ലൈമറ്റ്, വെദർ എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു, കോൾഡ് ആയിരുന്നു. പക്ഷെ ഡാഷ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താ, വി ഡിസൈഡഡ് ടു ഗോ ഹൈക്കിംഗ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ തന്നിട്ടുള്ളതിൻ്റെ മീനിങ് നമ്മൾ നോക്കുക. ഹവറും മോർ ഓവറുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മോർ ഓവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോർ ഓവർ യൂസ് ചെയ്യുന്നത്. ഹവർ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരുന്നു, നമുക്ക് എവിടെ തന്നെ നോക്കിയാൽ മതി. ഹവറും നമ്മൾ യൂസ് ചെയ്തത് എന്നിരുന്നാലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 2 ഓപ്ഷൻസിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കുക, ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച്. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ 2 ഓപ്ഷൻസിലും ഏതായിരിക്കും ഈ സിറ്റുവേഷനിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻസർ എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത്. വെദർ കോൾഡ് ആയിരുന്നു എങ്കിലും നമ്മൾ എന്ത് ചെയ്തു, ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഹവറാണ് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് വരുന്നത് അല്ലേ. എന്നിരുന്നാലും എന്നാണ്, അതായത് വെദർ കോൾഡ് ആണ്, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്തു, ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നതല്ലേ കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഹവറാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചിലപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് വരാം, ഇനി മോർ ഓവർ വരുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് കോഹസീവ് ഡിവൈസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസിൻ്റെ അപ്പുറമായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഇങ്ങനെ അത് വന്നൂടെ ഇത് വന്നൂടെ എന്ന് പറഞ്ഞ് നമുക്ക് ചിന്ത ഒരുപാട് നമുക്ക് വരും നമ്മൾ ചെയ്തു വരുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അവിടെ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 2 ഓപ്ഷനിലെ മീനിങ് നമുക്കറിയാം. അപ്പോൾ അതിലേറ്റവും
ആപ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ഏത് വരാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് വരുന്നത് ഏതാണ്? ഹവർ ആണ് മാച്ചായിട്ട് വരുന്നത്. കാരണം എന്താ? വെതർ നോക്കൂ, വെതർ കോൾഡ് ആണ്. എന്നിരുന്നാലും ഹവർ വി ഡിസൈഡഡ് ടു ഗോ ഹൈക്കിങ്ങിന് പോകാൻ നമ്മൾ തീരുമാനിച്ചു. വെതർ കോൾഡ് ആയിട്ടുണ്ട് എങ്കിലും അല്ലേ, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്തു? ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ തീരുമാനിച്ചു എന്നാണ് പറയണേ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, ഹീ ഈസ് എ ടാലന്റഡ് ആക്ടർ ഡേഷ് ഹീ ഈസ് ആൻ എക്സലൻറ്റ് സിംഗർ. മോർ ഓവറും ഉണ്ട്, വേറസും ഉണ്ട് അല്ലേ. അയാൾ എന്താണ്? അദ്ദേഹം ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ എന്നാലും എന്താണ് നോക്കൂ, മോർ ഓവർ അത് കൂടാതെ ഹീസ് ആൻ എക്സലൻറ്റ് സിംഗർ, അദ്ദേഹം ഒരു എക്സലൻറ്റ് സിംഗർ കൂടിയാണ്. നമുക്ക് എക്സ്ട്രാ കുറച്ച് ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. നല്ലൊരു ആക്ടറാണ്, പക്ഷേ മോർ ഓവർ ആക്ടർ മാത്രമല്ല, കൂടാതെ എന്തുവാണ്? ഒരു സിംഗർ കൂടിയാണ് എന്ന് നമ്മളവിടെ പറഞ്ഞു. ഓക്കെ ഓക്കെ, മോർ ഓവർ എന്നുള്ള രീതിയിലാണ് നമുക്കവിടെ ആൻസർ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഹീ ലവ്സ് റീഡിങ്, അവന് എന്താണ്? വായിക്കാൻ ഇഷ്ടമാണ്. ഡാഷ് ഹിസ് ബ്രദർ എൻജോയ്സ് ബുക്സ്. നോക്കൂ, സബ്സീക്വൻ്റ്ലിയും സിമിലർലിയും തന്നിട്ടുണ്ട്. ഇതിലേതാ വരിക? സിമിലർലി ആണ് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. നോക്കൂ, ആ കുട്ടിക്ക് എന്താണ്? വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ സിമിലർലി എന്ന് വെച്ചാൽ അതുപോലെ എന്നല്ലേ അർത്ഥം വരിക? അതുപോലെ ഹിസ് ബ്രദർ എൻജോയ്സ് ബുക്സ്, ആ കുട്ടിക്ക് അവന് വായിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ അവൻ്റെ സഹോദരൻ എന്താണ് ഇഷ്ടം? ബുക്സ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി പറയുകയാണ്. സിമിലർലി എന്നുള്ളതാണ് അവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ, ഐ എൻജോയ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, എനിക്ക് എന്താ? പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. ഡാഷ് മൈ സിസ്റ്റർ പ്രിഫേഴ്സ് സ്റ്റേയിങ് ഇൻഡോഴ്സ്. നോക്കൂ, എവിടെ ഓൺ ബിസൈഡ്സും ഉണ്ട്, ഓൺ ദ അതർ ഹാൻഡും ഉണ്ട്. നമുക്കറിയാം ബിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെ എന്നുള്ളതാണ്. ഓൺ ദ അതർ ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറിച്ച് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്താണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൺ ദ അതർ ഹാൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം നോക്കൂ, എനിക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. ഓൺ ദ അതർ ഹാൻഡ് നേരെ മറിച്ച് എൻ്റെ സിസ്റ്ററിന് എന്താണ് ഇഷ്ടം? ഇൻഡോർ, വീട്ടിനകത്ത് നിൽക്കുന്നതാണ് എൻ്റെ സിസ്റ്ററിന് ഏറ്റവും കൂടുതൽ താല്പര്യമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നേരെ മറിച്ച് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ളൊരു മീനിങ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അവിടെ ബിസൈഡ്സ് എന്ന് പറയേണ്ട കാര്യം നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ആണ് ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, ദ കേക്ക് വാസ് ഡെലീഷ്യസ്, കേക്ക് ഭയങ്കര മധുരമായിരുന്നു, മീൻസ് ഭയങ്കര രസമായിരുന്നു, ഡെലീഷ്യസ് ആയിരുന്നു. ഡാഷ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. ഓക്കെ, എന്നാൽ എന്താണ് അവിടെ? ഫർദർ മോർ ആണ് നമുക്ക് വരുന്നത്. മീൻസ് അത് കൂടാണ്ട് എന്താണ്? ആ കേക്ക് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഹവർ അല്ല, ഫർദർ മോർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന സ്വാഭാവികമായിട്ടും ഇത് പഠിക്കുന്ന എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്. ഇപ്പം ദാ പല മീനിങ്ങും എവിടെ നമ്മളെവിടെ ആദ്യമേ പറഞ്ഞു, സെയിം മീനിങ് ഉള്ള പല വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മോർ ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. മോർ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർദർ മോർ എന്ന് വെച്ച് കഴിഞ്ഞാലും, ബിസൈഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ സെയിം മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഓപ്ഷനിൽ വന്നാലോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ, ദ കേക്ക് വാസ് ഡെലീഷ്യസ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഓപ്ഷൻസിൽ ഇപ്പോൾ ഫർദർ മോറിനോടൊപ്പം ഹവർ അല്ലാണ്ട് മോർ ഓവർ ആണ് തന്നിട്ടുള്ള തരുമോ? അങ്ങനെ തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് വരാം. കാരണം മോർ ഓവർ എന്ന് തന്നു കഴിഞ്ഞാൽ, മോർ ഓവർ എന്ന് എഴുതിയാലും ഫർദർ മോർ എന്ന് എഴുതിയാലും ഒക്കെ സെയിം മീനിങ് ആണ് വരുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കങ്ങനെ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ കോഹസീവ് ഡിവൈസുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാറില്ല. ഓക്കെ, അത് ആദ്യമേ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ അത് ബേസ് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ അർത്ഥം വരുന്ന കോഹസീവ് ഡിവൈസുകൾ നമുക്ക് ഓപ്ഷൻസിൽ എന്ത് ചെയ്യാറില്ല? ക്വസ്റ്റ്യനിൽ തരാറില്ല. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ്ലി മീനിങ് വരുന്നതായിരിക്കും തരുന്നുണ്ടാവുക. അപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടൊരു പേടിയൊന്നും വേണ്ട. ഓക്കെ, പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചില വാക്കുകൾ തരുമ്പോൾ ഒരേപോലെ അർത്ഥമുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നാം. ഓക്കെ, അത് നമുക്ക് കുറേ കൂടി നിങ്ങൾ പഠിച്ച് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. സെയിം മീനിങ് വരുന്നുണ്ടല്ലോ, ഏകദേശമൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യന്, ആ ഒരു സന്ദർഭത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, ഏറ്റവും നല്ലതായിട്ടുള്ളത് വേണം നമ്മളവിടെ എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റിൽ അറിയിക്കുക. ഇതിൽ ഞാൻ ഒന്നുകൂടി പറയാം, രണ്ട് കാര്യങ്ങൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഹസീവ് ഡിവൈസ് എന്ന് പറയുന്ന വാക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കോഹസീവ് ഡിവൈസുകളുടെ മീൻസ് കുറേ കോഹസീവ് ഡിവൈസുകളും അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ദെൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഏതാണോ നമുക്ക് വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ രണ്ട് ഓപ്ഷൻസിൻ്റെ മീനിങ് നമ്മൾ ആദ്യം ഓർത്ത് നോക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ആ മീനിങ് നമ്മൾ പഠിച്ചത് ഞാൻ ഒരിക്കൽ കൂടി പറയണം. നമ്മുടെ കോഹസീവ് ഡിവൈസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചത് ഏതാണെന്നുള്ളതൊന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കുക.
അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്ത് വെക്കേണ്ടത് ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എങ്കിലിത് സെറ്റാക്കാവുന്നതേ ഉള്ളൂ.